വളരെ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ, പ്രോസിക്യൂട്ടർമാർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചൊരു കേസായിരുന്നു. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ 2009 ശേഷം 6ഓളം ആൾക്കാർ ഈ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മൗലവിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ല എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. ഇത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ എല്ലാമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി വിശദമായ വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ്. ഈ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും കാസർഗോഡ് ഉണ്ടാവേണ്ട എന്ന് ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. 2009 ശേഷമുള്ള പരിശോധിച്ചാൽ 2017 വരെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നുവെങ്കിൽ 2017 ഈ സംഭവത്തിന് ശേഷം 2017 മാർച്ച് മാസം 20-ാം തീയതി രാത്രിയാണ് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ആ പ്രതികൾ 7 വർഷം 7 ദിവസമായി ജയിലിലാണ്. അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല. അതിന് തിരിച്ചടി ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്തും അക്രമം ഉണ്ടായിരുന്നില്ല. അത് വലിയ സൂചനയായിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ഇന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു തോന്നുന്നുണ്ടോ എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആ പ്രോസിക്യൂഷൻ്റെ കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായി സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കോടതി നമ്മുടെ നിയമം അനുസരിച്ച് ഹാജരാക്കാവുന്ന പരമാവധി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ടവർ ലൊക്കേഷൻ, ഫോൺ അവർ എങ്ങനെ ഉപയോഗിച്ചു, ആരൊക്കെ വിളിച്ചു, അവരുപയോഗിച്ച വാഹനങ്ങൾ, അവർ എവിടെയൊക്കെ സഞ്ചരിച്ചു, ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗൂഢാലോചന ഇല്ല എന്നതുകൊണ്ട് മാത്രം കേസിലെ പ്രതികളെ വെറുതെ വേണ്ട കാര്യമില്ല. ഗൂഢാലോചന ഇല്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട്. അവർ 3 പേരും ചേർന്നുണ്ടാക്കിയൊരു പ്ലോട്ടാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ എടുത്ത നിലപാട്. അങ്ങനെ ആയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത്. മറ്റ് ഗൂഢാലോചനയൊന്നും അതിൽ അന്നെന്നല്ല, കേസ് അന്വേഷണ ഘട്ടത്തിൽ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷുക്കൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും കുറ്റവിമുക്തരാക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രതീക്ഷിച്ച വിധിയായില്ല പുറത്തു വന്നത് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല, അതിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷുക്കൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്.